ജനസ്നേഹം കൊണ്ട് വീർപ്പുമുട്ടുന്ന ബോംബെ സിറ്റി പോലീസ് കമ്മീഷണർ രമേശ് ശർമ്മ IPS. തിരക്കിനിടയിലും കാമുകയെ കാണാൻ ആവേശത്തോടെ എത്തിയതാണല്ലേ? എന്ത് ചെയ്യാം, വിധി. നിന്റെ ഈ വരവ് ഞാൻ അങ്ങനെ അറിഞ്ഞു എന്നാവും. ഈ പ്രഫുല്ലകുമാർ അറിയാതെ ബോംബെയിൽ ഒരു പൂവ് പോലും വിരിയില്ല. ആണത്തോണ്ടെങ്കിൽ പുറത്തു പാടാ റാസ്കൽ. വന്നു. കള്ള തിരുമാലി, എന്നെയും എന്റെ കുടുംബത്തെയും ഒരു ജന്മം മുഴുവൻ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതും നശിപ്പിക്കാൻ ഇറങ്ങിയവൻ എന്റെ മോളെ കേറി പ്രേമിക്കുന്നു അല്ലടാ. നിന്നെപ്പോലെ തന്തയ്ക്ക് പിറക്കാത്ത ഒരു ക്രിമിനലിനുണ്ടായതാണ് അവളെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. നിർത്തടാ. കഴിഞ്ഞ പ്രാവശ്യം നീ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ. ഈ പ്രാവശ്യം ദൈവം നിന്നെ സഹായിക്കുമെന്ന് കരുതണ്ട. മര്യാദയ്ക്ക് എന്റെ കയ്യിൽ നിന്നെടുത്ത രേഖകൾ തിരിച്ചേൽപ്പിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ വകവരുത്തും. എടാ നേരെ, നിന്നെപ്പോലെ ഒരുത്തന്റെ ഔദാര്യം കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. നിർത്തടാ. मैंने तुम्हें कितना बार वार्न किया है। इन कुत्तों का टुकड़े पर पलने वाला तू जैसों का क्या हिम्मत है, क्या ताकत है मुझे वार्न करने का? I am your senior officer. You have to obey me. समझ गए ऑफिसर? समझ गया. എന്നെ വേണമെങ്കിൽ കൊന്നോളൂ, എന്റെ പെങ്ങന്മാരെ ഒന്നും ചെയ്യരുത്. വെരി ഗുഡ്. അങ്ങനെ വഴിക്ക് വാ. അവനവന്റെ കാര്യം വരുമ്പോ എല്ലാവരും നേരെയാകും. എനിക്ക് അവരെ ഒന്ന് കാണണം. അയ്യോ, ബ്ലഡ് ഇറ്റ്സ് thicker than water. ए भाई लेके आओ. अरे देखो भाई. ए देखो भाई. വരുന്ന വഴി ഞങ്ങൾ ഇവരെ പിടിച്ചോണ്ട് വന്നേട്ടാ.
കാണട്ടെ, ചേട്ടൻ രക്ഷിക്കണ കാണട്ടെ. देखो देखो सर भाई നീ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ചേട്ടാ, നമ്മുടെ ഫിഷിംഗ് വെസൽ ഇന്ന് ഏത് വഴിക്കാ പോകുന്നേ? ഗോ വഴി. പാവം കമ്മീഷണർ. Hey gentlemen, प्रकाश साहब के सेंट्रल मिनिस्टर बनने को खुशी में ये जश्न सबको मुबारक हो. और अब 3 cheers for प्रकाश साहब. Hip hip, hip hip, hip hip. കേട്ടോ ജോണി, ആഭ്യന്തരമന്ത്രി കുമാർ സാർ ഈ മുമ്പ് ഇവിടെ നമുക്ക് തീരെ തന്നിരിക്കുകയല്ലേ? അതെ, മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ഈ ആഭ്യന്തരം നമ്മളെ രക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് അയാൾ. ഇനി നിയുക്ത കേന്ദ്രമന്ത്രി പ്രകാശ് സാർ ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ നമുക്ക് തീരെ തരും. Of course. പിന്നെ നാളെ സത്യപ്രതിജ്ഞയ്ക്ക് പോവാൻ ഡൽഹിക്ക് എല്ലാവർക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അടിച്ച് ഫിറ്റായിട്ട് ഇവിടെ കിടന്നു പോകരുത്. അല്ല സാറേ, ഈ കോസ്മോ ക്ലബിലെ മുഴുവൻ അംഗങ്ങളെയും വിളിക്കണ്ടായിരുന്നു ഈ ആഘോഷം ഒന്ന് കൊഴിപ്പിക്കാൻ. അതിന് പാർട്ടി പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ടോ? ഇന്ന് ഇവിടെ 1000 കോടിയിലേറെ ആസ്തിയുള്ള ബിസിനസ്സുകാർ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കൂടി സമ്മാനമാണല്ലോ എന്റെ മന്ത്രിസ്ഥാനം. ദേ, ഇന്ന് ഈ ഹോട്ടലിലെ എല്ലാ മുറികളും നമുക്ക് വേണ്ടി വെക്കേറ്റ് അയച്ചിരിക്കും. എല്ലാ റൂമിലും നമ്മളെ കാത്ത് വിശ്വസുന്ദരികൾ ഒരുങ്ങിയിരിക്കുക. At your service. Look, brother, you have Chinese, you have Africans, you have Russians, you have Iranians, and from God's own land, Kerala beauty. ഹലോ, ഇത് വക്കച്ചനാണ് കേട്ടാ. തരകം മുതലാളിയുടെ അനിയൻ മുതലാളി. ആരാണ് വിളിക്കണത്? മീനാക്ഷി കുഞ്ഞാ ഇവിടെ ഉണ്ട് കേട്ടാ. ഇന്നലെ വന്നിട്ട് തിരികെ പോയില്ല. ഇപ്പൊ കൊടുക്കാം. മീനാക്ഷി കുഞ്ഞേ, ഫോണുണ്ട് കേട്ടാ. ആരാണ് വിളിക്കണെന്ന് പറഞ്ഞില്ലല്ലോ. സാറി, കൊടുക്കുകയാണ് കേട്ടാ. ഹലോ, ഡാഡിയോ? എന്താ ഡാഡി ഇത്ര രാവിലെ? മോളെ, അത് നീ വിഷമിക്കരുത്. നിന്റെ വല്യച്ഛൻ മരിച്ചുപോയി. മോളെ, ടേക്ക് ദ നെക്സ്റ്റ് ഫ്ലൈറ്റ് ആൻഡ് കം ടു ബോംബെ ഇമ്മീഡിയറ്റ്ലി. जी, तो हम लोग चलते हैं. आइए साहब. मैं निकलता हूँ साहब, दफ्तर में मिलता हूँ. താങ്ക് യു. ഡാഡി ഇന്നും ഓഫീസിൽ പോകുന്നില്ലേ? പോണം മോളെ. ഓഫീസിൽ പോയിട്ട് ദിവസത്രയായി. ഒരു കാര്യവും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. എന്റെ വലം കൈയല്ലേ വെട്ടിക്കൊണ്ടു പോയത്. You don't worry, sir. जिस किसी ने भी खून किया है, उसे मुझे जल्दी पकड़ेगा. കോൺ ജൽദി പകടേക. 24 മണിക്കൂറിനകം പിടികൂടുമെന്ന് പറഞ്ഞിട്ടിപ്പോ ആഴ്ച ഒന്നായി. വിക്രം സാർ, നാളെ ചിതാഭസ്മവുമായി ഹരിദ്വാറിലേക്ക് പോകുമ്പോ വിക്രം കൂടി ഉണ്ടാവണം. ജി സാർ.
വൈറ്റ് മീനാക്ഷി കുഞ്ഞായിരുന്ന ബ്ലാക്ക് 2 ദിവസമായിട്ട് പിന്നെയും മുങ്ങിയിരിക്കണാണ്. ഞങ്ങളെ കൂടെ കൊണ്ടുപോയി വല്ല മരുന്നും പറിച്ച് കുറച്ച് കാശുണ്ടാക്കി താകുഞ്ഞ് കൂടെ പിടിച്ച് നടക്കാൻ കള്ളും കുടിച്ചിരിക്കുമ്പോ കറങ്ങി നടക്കല്ല. नमस्ते। हाँ विक्रम सर। जब तक मैं वापस आने तक यू स्टे हियर। जी सर। राम अरे रघुराम ये किधर लेकर आया? Which place is this? रमेश साहब बोला ये सीक्रेट आपको यहाँ आने के बाद ही बताना। रमेश? Which रमेश? साहब आपको सुनकर हैरानी जरूर होगा। वो रमेश कमिश्नर साहब जो सब लोग समझा मर गया वो आज इधर आएगा। कमिश्नर रमेश? क्या कहे तुम?